പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേക അഗ്നിയുടെ പ്രേക്ഷകർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം. കർത്താവിൻ്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അത്യത്ഭുത ശക്തി പ്രവഹിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം TV-യിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിരിക്കുന്ന ഭവനത്തിൽ, നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, അത്ഭുതമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇതിനു മുമ്പുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാമുകളിലെല്ലാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ ഭവനത്തിലും അത് സംഭവിക്കും. ഹല്ലേലൂയ. ഞാൻ 1-2 സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒരു ദിവസം മരഞ്ചാട്ടി എന്ന ഇടവകയിൽ നിന്ന് ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ആ വ്യക്തി അവരുടെ ഭവനത്തിലുണ്ടായ ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയുകയും അത് എഴുതി സാക്ഷ്യമായി സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു. എൻ്റെ പേര് ലില്ലി ജോൺസൺ. ഞങ്ങളുടെ മകൾ സോനയ്ക്ക്
2 വയസ്സ് മുതൽ കോഴിയിറച്ചി, കോഴിമുട്ട ഇവ കഴിച്ചാൽ ശരീരത്തിൽ ചൊറിഞ്ഞു പൊട്ടുന്ന അസുഖം ഉണ്ടാകുമായിരുന്നു. ഹോമിയോ, ആയുർവേദ ചികിത്സകൾ പരാജയപ്പെട്ടപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. അപ്പോഴാണ് ഇറച്ചി, മുട്ട ഇവയുടെ അലർജിയാണെന്ന് മനസ്സിലായത്. ഡോക്ടർ പറഞ്ഞു, കുട്ടിക്ക് 10 വയസ്സ് വരെ ഇവ കൊടുക്കരുത്. എന്നാൽ ഞങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമായിരുന്നു ഇവ. ഞങ്ങൾ തിരിച്ചു വന്ന് അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് യേശു കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് തൊട്ട് ഏതാണ്ട് 1 വർഷത്തോളമായി ഇന്ന് വരെ പിന്നെ ഞങ്ങളുടെ കുട്ടിക്ക് ഇറച്ചിയും മുട്ടയും കഴിക്കുമുണ്ടായിരുന്ന അലർജി രോഗം ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തു എൻ്റെ സോന മോളുടെ അലർജി രോഗം അത്ഭുതകരമായി സുഖപ്പെടുത്തി. 2007 ഏപ്രിൽ 29 മുതൽ മെയ് 4 വരെയുള്ള ധ്യാനത്തിൽ പങ്കെടുത്ത് കർത്താവിന് നന്ദി പ്രകാശിപ്പിച്ച് ഈ സാക്ഷ്യം എഴുതി കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുഞ്ഞിനെ ഈശോ അത്ഭുതകരമായി സുഖപ്പെടുത്തി. ഇറച്ചിയും മുട്ടയും കഴിക്കുന്ന അലർജി രോഗം യേശുവേ എന്ന് വിളിച്ച് അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് അനേകായിരങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ ശക്തി കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങി. അത്ഭുതം ഭവനത്തിൽ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആ വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും സഗിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ താല്പര്യപൂർവ്വം സംബന്ധിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏപ്രിൽ 1-ാം തീയതി അഭിഷേകാഗ്നിയിൽ ഒരു കുടുംബത്തിൻ്റെ അനുഭവം എഴുതിയ കത്ത് അച്ഛൻ വായിക്കുന്നത് ഞങ്ങൾ കേട്ടത്. അപ്പോൾ തന്നെ ഞങ്ങളുടെ മോളുടെ ജോലിക്കാർ സമർപ്പിച്ച് ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായി ഇടപെട്ടു. പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ മകൾക്ക് ജോലി കിട്ടി. പ്രൈസ് ദ ലോർഡ്. പിറ്റേ ദിവസത്തെ ഇൻ്റർവ്യൂവിൽ അവൾ മികവോടെ റിസൾട്ട് പാസ്സായി. അവൾക്ക് പിറ്റേ ദിവസം തന്നെ ജോലി ശരിയായി. ഹല്ലേലൂയ. 1000 നന്ദി ദൈവത്തിന് അർപ്പിക്കുന്നു. റോസമ്മ ജോസഫ്, മഞ്ഞുവയൽ, കോടഞ്ചേരി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഇങ്ങനെയുള്ള കത്തുകൾ വായിക്കുന്നത് കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രവർത്തിച്ചു. ഞങ്ങൾക്കും പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അവരും പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അന്ന് തന്നെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിൽ അത്ഭുതകരമായി സെലക്ട് ചെയ്യപ്പെട്ടു. ജോലിയിൽ പ്രവേശിച്ച്. ഹല്ലേലൂയ. ജോലി തടസ്സം വിട്ടുമാറിപ്പോയി. പ്രൈസ് ദ ലോർഡ്. ടി വിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്തും യേശുവിൻ്റെ നാമത്തിൽ വിടുതലും സൗഖ്യവും ഉണ്ട്. ജോലി തടസ്സം വിട്ടുപോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവം യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഭവനങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്വർഗീയ പിതാവേ, ഈ നിമിഷം തന്നെ അങ്ങയുടെ ഉന്നതമായ ആത്മാവിനെ അങ്ങയുടെ മക്കളുടെ മേൽ അയക്കണമേ. പ്രാർത്ഥിക്കാൻ വിരസത അനുഭവപ്പെടുന്നവർ, പ്രാർത്ഥിക്കുമ്പോൾ അനുഭവങ്ങൾ ലഭിക്കാത്തവർ, എത്ര ചികിത്സിച്ചിട്ടും സൗഖ്യപ്പെടാത്ത രോഗങ്ങളുമായിരിക്കുന്നവർ, എത്ര അധ്വാനിച്ചിട്ടും ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർ, എങ്ങോട്ട് പോയാലും ഒരു മേൽഗതിയും കിട്ടാതെ പരാജയത്തിലിരിക്കുന്നവർ, കുടുംബ കലഹ നിമിത്തം കണ്ണീരോടെ ഇരിക്കുന്നവർ, കഠിനമായ വൈരാഗ്യത്തിലും വെറുപ്പിലും ഇരിക്കുന്നവർ, പലിശ കൊടുത്ത് മടുത്തിരിക്കുന്നവർ, നിരാശ പൂണ്ടിരിക്കുന്നവർ, ആത്മഹത്യ ചിന്തയോടെ ഇരിക്കുന്നവർ, ഓ പിതാവേ, ഈ നിമിഷങ്ങളിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ മക്കളുടെ മേൽ അത്ഭുതകരമായ ദൈവശക്തി വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ. കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. തകർന്ന വ്യക്തികളിലേക്ക്, തകർന്ന കുടുംബങ്ങളിലേക്ക്, തകർന്ന ഹൃദയങ്ങളിലേക്ക് ഓ പരിശുദ്ധാത്മാവെ ഇപ്പോൾ ശക്തിയോടെ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും അഭിഷേകങ്ങളും സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം 4-ാം വാക്യം, കർത്താവിൻ്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം? ദൈവത്തിൻ്റെ വചനം പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ വെളിപ്പെടുത്തുകയാണ്, കർത്താവിൻ്റെ കരങ്ങളാണ് മനുഷ്യന് വിജയം നൽകുന്നത്. മനുഷ്യൻ്റെ വിജയം ഇരിക്കുന്നത്, അതുകൊണ്ട് മനുഷ്യൻ്റെ വിജയം ഇരിക്കുന്നത് കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അധ്വാനമോ നമ്മുടെ വാശിയോ നമ്മുടെ നോട്ട സാമർഥ്യമോ ആയിരിക്കണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരുന്നത്. പ്രൈസ് ദ ലോർഡ്. ഞാനൊരു ദിവസം ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത് ഓർമ്മിക്കുകയാണ്. 200 കോടി രൂപ കടം.
ഞാൻ ചോദിച്ച്, ഇത് പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ തകർന്ന അവസ്ഥയാണോ? ആ വ്യക്തി പറഞ്ഞു, ഞങ്ങളുടെ കുടുംബം വലിയ കുടുംബമാണ്, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബം, അപ്പനായിട്ട് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, പാരമ്പര്യമായിട്ട് ഒരുപാട് സ്വത്തുള്ള കുടുംബം. എൻ്റെ കാലത്താണ് എല്ലാം തകർന്നു പോയത്. ഞാൻ ചോദിച്ചു, മദ്യപാനമോ ചീട്ടുകളിയോ മറ്റെന്തെങ്കിലും ദുർനടപ്പോ എന്തെങ്കിലും? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരൊറ്റ പൈസ പോലും ദുർനടപ്പിൽ കളഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ കാലത്ത് അല്പവും കൂടെ അഭിവൃദ്ധി ഉണ്ടാകണമെന്ന് വിചാരിച്ച് അധ്വാനിച്ച ആളാണ്. എന്നാൽ എടുത്ത തീരുമാനങ്ങളെല്ലാം പാളിപ്പോയി, വെച്ച ചുവടുകളെല്ലാം തെറ്റിപ്പോയി. ഇന്ന് 200 കോടി രൂപ കടമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിന്തിച്ച്, ദൈവമേ, എന്തുകൊണ്ടാണ് ഈ ജീവിതം ഇതുപോലെ തകർന്നു പോയത്, സാമ്പത്തികമായി പരാജയപ്പെട്ടു പോയത്? അപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തോട് സംസാരിച്ച്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രത്തിൽ നിന്ന് എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നൊരു കാര്യമുണ്ട്. ഈ വ്യക്തിയുടെ കുട്ടിക്കാലം, ഈ വ്യക്തിയുടെ മാതാപിതാക്കന്മാർ ഈ വ്യക്തിയെ നല്ല നല്ല സ്കൂളുകളിൽ വിട്ട് പഠിപ്പിച്ചു, നല്ല നല്ല കോച്ചിങ് കോഴ്സുകൾക്ക് പറഞ്ഞയച്ച്, നല്ല നല്ല മികവ് കിട്ടുന്ന നല്ല നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുത്ത്. എന്നാൽ ഈ കുഞ്ഞിന് ദൈവാനുഗ്രഹം ഉണ്ടാകാൻ ദേവാലയങ്ങളിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ ഉത്സാഹിച്ചില്ല. ഈ കുഞ്ഞിന് നല്ല ദൈവാനുഗ്രഹം കിട്ടാൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ ദൈവദാസന്മാരുടെ അടുത്ത് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അത്ര ഉത്സാഹമുള്ള കുടുംബമായിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് പ്രസക്തിയുണ്ട്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ, ഒരു കുട്ടിയായിരിക്കുമ്പോൾ, ഒരു ബാലനായിരിക്കുമ്പോൾ, ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, ഒരു യുവാവായിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുപോകണം, ദൈവമായ കർത്താവിൻ്റെ ശുശ്രൂഷ വേദികളിലേക്ക് കൊണ്ടുപോകണം, ദൈവദാസന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. അവരുടെ ശിരസിൽ അവർ കരങ്ങൾ വെച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ ദൈവാനുഗ്രഹം എന്നൊരു കാര്യം കൂടെ വേണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അധ്വാനവും നമ്മുടെ സാമർഥ്യവും നമ്മുടെ നോട്ടവാശിയും നല്ലത് തന്നെ, അതിൻ്റെ കൂടെ ദൈവാനുഗ്രഹവും കൂടെ ഉൾച്ചേരുമ്പോഴാണ് നമ്മുടെ പദ്ധതികൾ ഫലമണിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവാനുഗ്രഹം വരുന്നത്? ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രധാനപ്പെട്ടൊരു വഴിയാണ് ആത്മീയ ശുശ്രൂഷകൾ, ആത്മീയ ഗുരുക്കന്മാർ, ദൈവദാസന്മാർ, ദൈവ ശുശ്രൂഷ ചെയ്യുന്നവർ, മാതാപിതാക്കൻ. ഇങ്ങനെയുള്ള ദൈവിക സംവിധാനത്തിലൂടെ ദൈവം തൻ്റെ അനുഗ്രഹത്തെ തൻ്റെ മക്കളിലേക്ക് ചൊരിയുന്നു. ഒരു ദൈവദാസൻ ആ കുട്ടിയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആ ബാലൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ആത്മീയ ഗുരുനാഥൻ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ആ കുട്ടിയുടെ ശിരസിലേക്ക് പ്രവഹിക്കുന്നത്. ഹല്ലേലൂയ. ആ കുട്ടിയുടെ ശിരസിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അവിടെ നിന്ന് അങ്ങോട്ട് കുടികൊള്ളുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടല്ലേ ഈ സ്കൂൾ തുറക്കുന്ന സ്കൂൾ വർഷത്തിൻ്റെ ആരംഭത്തിൽ എത്രയോ മാതാപിതാക്കന്മാർ അവരുടെ കുഞ്ഞുങ്ങളെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുപോകുന്നു, പരിശുദ്ധാത്മാവിനെ അടിമ വെച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവദാസന്മാരെ കൊണ്ട് തലയ്ക്ക് പിടിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയോ മാതാപിതാക്കന്മാർ വിദ്യാരംഭം കുറിക്കാൻ വേണ്ടി ദേവാലയങ്ങളിലേക്കും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും വിശുദ്ധ സ്ഥലങ്ങളിലേക്കും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവരുടെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് വിദ്യാരംഭം കുറിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പരിശുദ്ധാത്മാവ് കൊടുത്ത ജ്ഞാനമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കുടികൊള്ളണം. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ മേൽ കുടികൊള്ളണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ദേവാലയങ്ങളിലും ശുശ്രൂഷാ കേന്ദ്രങ്ങളിലും തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി മാതാപിതാക്കന്മാർ കടന്നു ചെല്ലുന്നു. എന്നാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വ്യക്തിക്ക് ഇതുപോലെ പ്രാർത്ഥന ലഭിക്കാൻ, ഈ വ്യക്തിക്ക് ഇതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകം ലഭിക്കാൻ, ദൈവാനുഗ്രഹം ശിരസിൽ കൊണ്ടുകൊള്ളാൻ തക്കവിധമുള്ള ഒരു അന്തരീക്ഷത്തിലായിരുന്നില്ല ബാല്യകാലത്ത് വളർന്നത്. മാതാപിതാക്കന്മാർ വലിയ വലിയ സ്കൂളുകളിൽ പറഞ്ഞയച്ചു, മാതാപിതാക്കന്മാർ വലിയ വലിയ കോച്ചിങ് സെൻറ്ററിലേക്ക് വിട്ടയച്ച്, മാതാപിതാക്കന്മാർ നല്ല നല്ല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല റിസൾട്ടോടെ പാസ്സായി, നല്ല മികവോടെ പുറത്തു വന്നു, ഒത്തിരി മികവുറ്റ കാര്യങ്ങൾക്ക് ആരംഭം കുറിച്ചു. എന്നാൽ ജീവിതത്തിൽ അതെല്ലാം ജീവിത വിജയത്തിന് ഉപയുക്തമായില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം, നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ അധ്വാനങ്ങൾ ഫലമണിയുന്നതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം അനിവാര്യമത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങൾ.
ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, മനുഷ്യൻ തൻ്റെ പദ്ധതികൾ ആലോചിച്ച് വെക്കുന്നു, എന്നാൽ കർത്താവാണ് അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത്. മനുഷ്യൻ തൻ്റെ പദ്ധതികൾ ആലോചിച്ച് ഉറയ്ക്കുന്നു, എന്നാൽ കർത്താവാണ് അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ: നീ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുക, സ്വന്തം ബുദ്ധിയിൽ അമിതമായി ആശ്രയിക്കരുത്. അപ്പോൾ നിൻ്റെ എല്ലാ പ്രവൃത്തികളും നീ ദൈവവിചാരത്തോടെ ചെയ്യുക. അപ്പോൾ നീ നടക്കേണ്ട വഴികൾ കർത്താവ് നിനക്ക് കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും നീ ദൈവവിചാരത്തോടെ ചെയ്യണം. ഹല്ലേലൂയ. രാവിലെ ഉണരുമ്പോൾ ദൈവവിചാരത്തോടെ ഉണരണം. ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ദൈവവിചാരത്തോടെ ആരംഭിക്കണം. ഇനി ഒരു യാത്ര പുറപ്പെടുമ്പോൾ ദൈവവിചാരത്തോടെ യാത്ര പുറപ്പെടണം. കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ സ്കൂളിലേക്ക് കൊണ്ടുപോകണം. നീ ഒരു പുതിയ സംരംഭം ആരംഭിക്കുമ്പോൾ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ആ സംരംഭം നീ ആരംഭിക്കണം. പ്രിയപ്പെട്ട ദൈവവൈതലേ, ജീവിതത്തിൻ്റെ വിജയത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് ദൈവാനുഗ്രഹം. അത് ഓരോ കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ കാര്യങ്ങൾ കൊണ്ട് പുറപ്പെടുമ്പോൾ ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവവിചാരം അറ്റവനായി ജീവിക്കരുത്. ദൈവവിചാരം ഇല്ലാത്തവനായി നടക്കരുത്. ദൈവവിചാരം വിട്ട് ജീവിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആ കുട്ടിക്കുണ്ടായ അനുഭവം എഴുതി അറിയിച്ചിരിക്കണം. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആ കുട്ടി മറ്റു കുട്ടികളെപ്പോലെ പഠനത്തിൽ വലിയ മികവുള്ള കുട്ടിയൊന്നും ആയിരുന്നില്ല. ആ കുട്ടിയുടെ അനുഭവം ആ കുട്ടി ഇതാ രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ പേര് അനിൻഡോ. ഞാൻ ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ കുട്ടിയാണ്. ഞാൻ 10ാം ക്ലാസ്സിലെ മോഡൽ എക്സാം എഴുതുമ്പോൾ ഒരു വിഷയത്തിന് പോലും B+ പോലും കിട്ടിയിരുന്നില്ല. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി 2 കരങ്ങൾ നീട്ടി യേശുവേ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നീ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ദിവസവും പ്രാർത്ഥിച്ചു പോവുക. നിൻ്റെ ദൈവം നിന്നെ നയിക്കും. അങ്ങനെ ആ കുട്ടി അഭിഷേകാഗ്നി പ്രോഗ്രാം നടക്കുന്ന സമയത്ത് പഠനോപകരണങ്ങളും എല്ലാ പുസ്തകങ്ങളും 2 കൈകളിലും എടുത്ത് മുട്ടുകുത്തി എന്ന് ഈശോയെ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ആ കുട്ടിയുടെ ഭവനത്തിൽ ആ കുട്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം ആ കുട്ടിയുടെ മേൽ പ്രവഹിച്ച് ആ കുട്ടി എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ വിശ്വാസത്തിന് പ്രതിഫലം ലഭിച്ച് ദൈവം എനിക്ക് ഉന്നത വിജയം തന്ന് അനുഗ്രഹിച്ചു. 8 A+, 1 A, 1 B+. മോഡൽ എക്സാമിന് ഒരു വിഷയത്തിന് പോലും B+ കിട്ടാതിരുന്ന എനിക്ക് ഇത്ര ഉന്നതമായ വിജയം നൽകി എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവിചാരത്തോടെ പരീക്ഷയ്ക്ക് ഒരുങ്ങി, ദൈവവിചാരത്തോടെ പരീക്ഷയ്ക്ക് പോയി ആ കുട്ടിയുടെ പ്രയത്നം കർത്താവിൽ അർപ്പിച്ച് ചെയ്തതുകൊണ്ട് ആ കുട്ടിയുടെ പദ്ധതികൾ ഫലമണിഞ്ഞ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമ്മൾ എത്രയോ കാര്യങ്ങൾക്കായി ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ആ ചുവടുവെപ്പുകളെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി പലതരത്തിലുള്ള പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു കാരണമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ഉന്നതമായ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബോധത്തെ പ്രകാശിപ്പിക്കണമേ. എല്ലാ കാര്യത്തോടും ചേർന്ന് ദൈവാനുഗ്രഹം ഉണ്ടാകാൻ തക്കവിധം ദൈവവിചാരത്തോടെ ജീവിപ്പാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ദൈവവിചാരം അറ്റുപോയ കുടുംബങ്ങളിലേക്ക്, ദൈവവിചാരം അറ്റുപോയ ജീവിതങ്ങളിലേക്ക് ഈ നിമിഷങ്ങളിൽ ഉന്നതമായ കൃപാവര ശക്തി പ്രവഹിക്കട്ടെ, ഉന്നതമായ വരപ്രസാദം പ്രവഹിക്കട്ടെ, ഉന്നതമായ ദൈവിക ശക്തി പ്രവഹിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തിയാൽ കുടുംബത്തിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദിവ്യകാരുണ്യ രാജാവായ ഈശോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തരത്തിലുള്ള വേദനകളിലേക്കും മനസ്സലിവോടെ ഇടപെടുന്ന കർത്താവ് എത്രേ. മനം തകർന്നിരിക്കുന്നവർ, നിരാശയോടെ ഇരിക്കുന്നവർ, ഓരോ പ്രശ്നത്തിലും അകപ്പെട്ട് ഇനി മുന്നോട്ട് എന്ത് വഴി എന്ന് ചിന്തിച്ച് എല്ലാ വാതിലും അടഞ്ഞ് മുമ്പോട്ടുള്ള എല്ലാ നീക്കങ്ങളും തടസ്സപ്പെട്ട് ബന്ധിക്കപ്പെട്ടതുപോലെ ഇരിക്കുന്ന അവസ്ഥയിലുള്ളവർ, ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും,
ഈ പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകും എന്നറിയാതെ വിഷമിച്ചിരിക്കുന്നവർ, സങ്കടങ്ങളും വിഷമങ്ങളും മനസ്സിനെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ, ജീവിതത്തിലെ രോഗബാധകളെ ഓർത്ത് മനം തകർന്നിരിക്കുന്നവർ, സാമ്പത്തിക തകർച്ചകളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവർ ഇപ്പോൾ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, എനിക്ക് സാമ്പത്തികമായ പ്രശ്നമുണ്ട്. യേശുവേ, എനിക്ക് വിവാഹ തടസ്സമുണ്ട്. യേശുവേ, എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ഉയർച്ച ലഭിക്കുന്നില്ല. യേശുവേ, എൻ്റെ ഈ പാപ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടുന്നില്ല. യേശുവേ, ഞാൻ എങ്ങോട്ട് പോയാലും എല്ലാവരും എന്നെ വെറുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ അവസാനം എല്ലാവരോടും ശത്രുതയാണ് എനിക്ക് കിട്ടുന്ന നെറ്റ് റിസൾട്ട്. ഞാൻ നല്ല ഉദ്ദേശത്തോടെ ആരംഭിച്ചാലും ഏറ്റവും അവസാനം അതൊരു ദോഷമായി മാറുന്നു. കർത്താവേ, ഞാൻ എവിടെ ചെന്നാലും ഏറ്റവും അവസാനം തിരസ്കരിക്കപ്പെടുന്നു. കർത്താവേ, ഞാൻ എന്ത് കൃഷി ചെയ്താലും ഏറ്റവും അവസാനം നഷ്ടവും ദുഃഖവും കടബാധ്യതയും മാത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ തകർന്നിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ അവിടുന്ന് എൻ്റെ അരികിലേക്ക് വരണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൻ്റെ ഓരോ തകർച്ചകൾ, ജീവിതത്തിൻ്റെ ഓരോ വേദനകൾ അത് നിരാശപ്പെടാനുള്ള സമയമല്ല. ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട മേഖലയാണത്. കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട വേദിയാണത്. കർത്താവിൻ്റെ അത്ഭുതം കാണേണ്ട സ്ഥലമാണത്. ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ വേദന, തകർച്ച, കണ്ണുനീർ എവിടെയാണോ ആ മേഖലകളിലേക്ക് യേശു കർത്താവിൻ്റെ അത്ഭുത സാന്നിധ്യത്തെ വിളിക്കുക. അവിടുന്ന് ജീവിക്കുന്നവനാണ്. അവിടുന്ന് നിലവിളി കേട്ട് അടുത്ത് വരുന്നവനാണ്. ഉറക്കെ വിളിക്കുക, യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മക്കളെ ഭാരപ്പെട്ടിരിക്കുന്നവർ, ഭാരപ്പെട്ടിരിക്കുന്നവർ, സങ്കടത്തിലിരിക്കുന്നവർ, രോഗത്തിലിരിക്കുന്നവർ, തടസ്സങ്ങളിലിരിക്കുന്നവർ, പൈശാചിക പീഡകളിലിരിക്കുന്നവർ, ദുഃഖത്തിലിരിക്കുന്നവർ, പ്രാർത്ഥിച്ചിട്ട് ഒരു അനുഭവം കിട്ടാതിരിക്കുന്നവർ, അനുതാപം കിട്ടാതിരിക്കുന്നവർ, രോഗബന്ധനത്തിലിരിക്കുന്നവർ, പലതരത്തിലുള്ള ശാപക്കെട്ടുകളിരിക്കുന്നവർ, ആകുലതയിലിരിക്കുന്നവർ, നിരാശയിലിരിക്കുന്നവർ, ആത്മഹത്യ ചിന്തകളിലിരിക്കുന്നവർ, മനസ്സ് മുരടിച്ചിരിക്കുന്നവർ, മനോവിഷമങ്ങളിരിക്കുന്നവർ, മാനസിക രോഗ ബന്ധനത്തിൽ കിടക്കുന്നവർ, പലതരത്തിലുള്ള ക്ഷുദ്രവിധികളാൽ തകർന്നു കിടക്കുന്നവർ, പലതരത്തിലുള്ള ശത്രുക്കളാൽ ഉപദ്രവിക്കപ്പെടുന്നവർ, വഞ്ചിക്കപ്പെട്ട് കിടക്കുന്നവർ, ഓരോരുത്തരുടെ മേലും അങ്ങയുടെ കരുണയുടെ കരം നീട്ടണമേ. ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. സഹായത്തിന് ആരുമില്ലാത്തവരെ അങ്ങയുടെ കൈകൾ നീട്ടി അവിടുന്ന് തൊട്ട് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിധവയുടെ അതിര് സംരക്ഷിക്കുന്ന കർത്താവേ, ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവേ, അഗതികളുടെ സഹായമായ കർത്താവേ, അഗതികൾക്ക് പിതാവായ ദൈവമേ, ഇപ്പോൾ നിസ്സഹായരും നിലാരംഭരുമായ ഓരോരുത്തരുടെ മേലും അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. എൻ്റെ പേര് ജെസ്സി. കണ്ണൂർ ജില്ലയിലെ പുളിങ്ങ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാനിവിടെ വരുമ്പം എനിക്ക് ആ പനിയും മേല് നൊമ്പരവും എല്ലാം ആയിരുന്നു. എനിക്ക് സോറിയാസിസിൻ്റെ അസുഖമായിരുന്നു. 20 വർഷത്തോളം പഴക്കമുള്ളതാണ്. അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാതെ അങ്ങ് കൂടിയിട്ട് എനിക്ക് പനിയും പിന്നെ മേല് നൊമ്പരവും ഇരിക്കാൻ മേലാത്ത അവസ്ഥയിലായി. ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങി കഴിച്ച് ഒരു ദിവസം ഇവിടെ ബെഡിൽ കിടന്നാണ് ഞാൻ ഇത് പിന്നെ ക്ലാസ് കേട്ടത്. അത് കഴിഞ്ഞ് ഇന്നലെ ഇവിടെ കൗൺസിലിംഗ് നടത്തി സിസ്റ്റർ ഒരു എണ്ണ തന്നു. അത് കുളി കഴിഞ്ഞ് തേച്ച് എല്ലാം കിടക്കാൻ പറഞ്ഞു. അത് പിന്നെ എനിക്ക് ഇതുവരെ ഒരു ചൊറിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് മേത്ത് ഇങ്ങനെ മീൻ ചെതുമ്പൽ പൊളിഞ്ഞു പോകുന്നത് പോലെ ഇങ്ങനെ അടർന്നടന്ന് പോകുന്നുണ്ട്. തലയിൽ വന്നിട്ട് 5-6 മാസമായി തലമുടി മുഴുവൻ പൊഴിയായിരുന്നു. ഇപ്പം അതിന് ഒത്തിരി ആശ്വാസം കിട്ടി. വ്യഞ്ചരിച്ച എണ്ണ തേച്ച് പ്രാർത്ഥിച്ചു. 20 വർഷമായ ആ സോറിയാസിസിന്റെ രോഗപീഠ പോയി ചെതുമ്പിൽ പോണ പോലെ ഇങ്ങനെ പൊളിഞ്ഞ് എല്ലാം പോയി. അത്ഭുത വിടുതൽ ഈ ദിവസങ്ങളിൽ കർത്താവ് ഈ ആലയത്തിൽ വെച്ച് ഈ മകൾക്ക് കൊടുത്തു. കൈയടിച്ച് സ്വയമാക്കപ്പെടുത്താം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ.